ഹായ്, ഈ ഓണക്കാലത്ത് തിയേറ്ററിലെത്തിയ ബത്ലഹേം കുടുംബ യൂണിറ്റ് അതുപോലെ ഖലീഫ ഈ രണ്ട് സിനിമകളുടെ കളക്ഷൻ എത്രയായി? ഇപ്പോ 5 ദിവസം പിന്നിട്ടിരിക്കുന്നു ഖലീഫ, 4 ദിവസം പിന്നിട്ടിരിക്കുന്നു ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ രണ്ട് സിനിമകളും മികച്ച കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് വേറെ ലെവൽ കളക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ ഖലീഫ ഇറങ്ങി 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. സിനിമ ഇതുവരെ നേടിയ കളക്ഷൻ 36 കോടി 30 ലക്ഷമാണ്. അതായത് 5 ദിവസം കൊണ്ട് ഖലീഫ എന്ന പൃഥ്വിരാജ് സിനിമ 36 കോടി 30 ലക്ഷം രൂപ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തു. തീർച്ചയായും നല്ലൊരു കളക്ഷൻ എന്ന് തന്നെ പറയാം. പക്ഷെ എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റുമായിട്ട് ഖലീഫയെ കമ്പയർ ചെയ്യുമ്പോഴാണ്, അതായത് രണ്ട് കളക്ഷനും കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് ഖലീഫയുടെ കളക്ഷൻ കുറവായിട്ട് നമുക്ക് തോന്നുന്നത്. തീർച്ചയായും ഖലീഫ മികച്ച കളക്ഷനിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ഖലീഫയുടെ കളക്ഷൻ, അതായത് 5 ദിവസം കൊണ്ട് ഖലീഫ നേടിയത് 36 കോടി 30 ലക്ഷമാണ് എങ്കിൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് വെറും 4 ദിവസം കൊണ്ട്, അതായത് ഇന്നലെ വരെ നേടിയ കളക്ഷൻ 76 കോടി 40 ലക്ഷമാണ്. അങ്ങനെയാണ് സാക് മിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീക്കെൻഡ് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമകളുടെ പട്ടികയിൽ, അതായത് ആദ്യ 10ൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 10 സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പല സിനിമകൾക്കും ആദ്യ വീക്കെൻഡിൽ 4 ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പല സിനിമകൾക്കും 4 ദിവസം കിട്ടിയിട്ടില്ല, 3 ദിവസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോ ആ ലിസ്റ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 10 സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 10ാം സ്ഥാനത്ത് ലൂസിഫർ ആണ്. ലൂസിഫർ 52 കോടി 30 ലക്ഷമാണ് ആദ്യ വീക്കെൻഡിൽ നേടിയെടുത്തത്. പക്ഷെ ലൂസിഫറിന് 4 ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 2019ലാണ്. അപ്പോ ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു കളക്ഷൻ എന്ന് തന്നെ പറയാം. 9ാം സ്ഥാനത്ത് പാട്രിയറ്റ് എന്ന സിനിമയാണ്. 61 കോടി 25 ലക്ഷമാണ് ആദ്യ വീക്കെൻഡിൽ പാട്രിയറ്റ് നേടിയെടുത്തത്. പക്ഷെ സിനിമയ്ക്ക് 3 ദിവസമാണ് ആദ്യ വീക്കെൻഡിൽ കിട്ടിയത്. 8ാം സ്ഥാനത്ത് ആടുജീവിതം എന്ന പൃഥ്വിരാജ് സിനിമയാണ്. 64 കോടി 20 ലക്ഷം എന്ന നേട്ടത്തിൽ സിനിമ എത്തി. സിനിമയ്ക്ക് 4 ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യ വീക്കെൻഡിൽ. 7ാം സ്ഥാനത്താണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. സിനിമ 64 കോടി 40 ലക്ഷം നേടിയെടുത്തു എന്നുള്ളതാണ്. അതും 3 ദിവസം കൊണ്ട്. സിനിമയ്ക്ക് 4 ദിവസം ഉണ്ടായിരുന്നില്ല, 3 ദിവസമായിരുന്നു. ഒരുപക്ഷെ 4 ദിവസം ഉണ്ടായിരുന്നതാണെങ്കിൽ സിനിമ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തിയേനെ. 5ാം സ്ഥാനത്ത് ആ സിനിമ വന്ന് നിന്നേനെ. 6ാം സ്ഥാനത്ത് ലോക എന്ന കല്യാണി പ്രിയദർശൻ സിനിമയാണ്. 66 കോടിയാണ് സിനിമയുടെ കളക്ഷൻ. സിനിമയ്ക്കും 4 ദിവസം ഉണ്ടായിരുന്നു. 5ാം സ്ഥാനത്ത് വാഴ 2 എന്ന സിനിമയാണ്. 67 കോടിയാണ് സിനിമയുടെ കളക്ഷൻ. ഈ സിനിമയ്ക്കും 4 ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 67 കോടി ഈ സിനിമ നേടിയെടുത്തു. ഇനി 4ാം സ്ഥാനം. 4ാം സ്ഥാനത്ത് തുടരും എന്ന മോഹൻലാൽ ചിത്രമാണ്. 69 കോടി 25 ലക്ഷമാണ് സിനിമ ആദ്യ വീക്കെൻഡിൽ നേടിയെടുത്തത്. പക്ഷെ സിനിമയ്ക്ക് 4 ദിവസം ഉണ്ടായിരുന്നില്ല, 3 ദിവസമായിരുന്നു. ഒരുപക്ഷെ 4 ദിവസം ഉണ്ടായിരുന്നതാണെങ്കിൽ 3ാം സ്ഥാനത്ത് തുടരും എന്ന സിനിമ വന്ന് നിന്നേനെ. 3 ദിവസം ആയതുകൊണ്ട് തന്നെ 69 കോടി 25 ലക്ഷം. ഇനി 3ാം സ്ഥാനം. അവിടെ ആട് 3 ആണ്. സിനിമയ്ക്ക് 4 ദിവസം ഉണ്ടായിരുന്നു. 82 കോടി 55 ലക്ഷമാണ് ഈ സിനിമ 4 ദിവസം കൊണ്ട് നേടിയെടുത്തത്. 2ാം സ്ഥാനത്ത് ദൃശ്യം 3 എന്ന മോഹൻലാൽ ചിത്രമാണ്. അതിലും 4 ദിവസം ഉണ്ടായിരുന്നു. 141 കോടി 75 ലക്ഷം സിനിമ നേടിയെടുത്തു. 1ാം സ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എമ്പുരാൻ. സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ, അതായത് ആദ്യ വീക്കെൻഡ് കളക്ഷനായിട്ട് 175 കോടി 60 ലക്ഷമാണ് നേടിയെടുത്തത്. അത് വലിയൊരു കളക്ഷനാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷനാണ്. ഇതിൽ ആദ്യ വീക്കെൻഡിൽ തന്നെ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത 2 സിനിമകളാണുള്ളത്. ഒന്ന് എമ്പുരാൻ, മറ്റൊന്ന് ദൃശ്യം 3. അതുപോലെ തന്നെ പല സിനിമകൾക്കും ആദ്യ വീക്കെൻഡിൽ 4 ദിവസം ഉണ്ടായിരുന്നില്ല, 3 ദിവസം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് പാട്രിയറ്റ് ആണ്, മറ്റൊന്ന് ബത്ലഹേം കുടുംബ യൂണിറ്റ്, മറ്റൊന്ന് തുടരും. ഒരുപക്ഷെ ഈ സിനിമകൾക്ക് 4 ദിവസം കിട്ടിയിരുന്നുവെങ്കിൽ വേറെ ലെവൽ കളക്ഷനിലേക്ക് പോകുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പാട്രിയറ്റിനെ സംബന്ധിച്ചല്ല, ബത്ലഹേം കുടുംബ യൂണിറ്റ് അതുപോലെ തുടരും ഈ 2 സിനിമകൾക്കും 4 ദിവസം കിട്ടിയിരുന്നുവെങ്കിൽ ആട് 3യെ താഴെ ഇറക്കി തുടരും 3ാം സ്ഥാനത്ത് വന്നേനെ. വാഴ 2നെയും ലോകയെയും പിന്തള്ളി ബത്ലഹേം കുടുംബ യൂണിറ്റ് 5ാം സ്ഥാനത്തും എത്തിയേനെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.